മഹേഷിന്റെ പ്രതികാരവും കട്ടപ്പനയിലെ ഋതിക് റോഷനും എടുത്താൽ രണ്ടും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും രണ്ട് തരം കഥാപാത്രങ്ങളാണ് കഥയിൽ. അപ്പോൾ അങ്ങനത്തെ കഥകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും. അതല്ല ഇടുക്കി എന്നുള്ളൊരു കഥാപാത്രത്തിന് വേണ്ടി എന്നെ ചൂസ് ചെയ്യുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നോ പറയും. നിലനിൽക്കുക എന്നുള്ള സംഭവമുണ്ട്, ക്യാരക്ടർ നന്നായിട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടും, പക്ഷെ അത് നമ്മൾ നിലനിർത്തി പോകുക എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വേണം, അത് നമ്മുടെ ആവശ്യമാണ്. ആസ് എൻ ആക്ടർ എനിക്ക് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ എന്തായാലും ചെയ്യും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൊമാൻസ്, അതേ മധുരത്തിലുള്ള മാതിരിയുള്ള റൊമാൻസ് ആവണമെന്നില്ല. പക്ഷെ അത് കൂടാതെ എനി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമുക്കൊരു ചാൻസ് കിട്ടുക, ഒറിജിൻ പറയാം, ആ സിനിമ എല്ലാവരും കാണുമെന്നറിയാം, അവിടെ ഹിറ്റ് ആവും ഇല്ലെന്നുള്ള പിന്നത്തെ കാര്യം. ആ പടത്തിന്റെ കഥ കേട്ടാൽ തന്നെ അറിയാം, നല്ല രസമുള്ള കഥയായിരുന്നു. അതിനകത്ത് നമുക്കൊരു അവസരം കിട്ടി, നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കണമല്ലോ. അതാണ് ചലഞ്ചിങ് റോള് കിട്ടിക്കഴിഞ്ഞാൽ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതാണ് എങ്ങനെ അഭിനയിക്കുന്നുള്ള, അല്ലാതെ അത് നമ്മൾ ജൂലിസാന്റെ പടത്തിൽ അഭിനയിക്കുന്നത് മാത്രം ഒരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഇതാണ്. അതിന് ഈ നേരത്തെ അല്ലേ ഒരു പ്രോസസ്സിങ് ഉള്ളിൽ നടക്കില്ല നമ്മുടെ, മനസ്സിലായി, ഓട്ടോമാറ്റിക് ആയിട്ട്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു സംഭവം തേടിയാണ്. നടന്ന സംഭവമാണ് അത്. എനിക്കൊന്ന് 21-നാണ്, ജൂൺ 21-നാണ് ഇത് ഹിറ്റിംഗ് തിയേറ്റേഴ്സ് വെരി സൂൺ 21-ന്. അപ്പോൾ ഈ സിനിമയുടെ പേര് അതാണ്, നടന്ന സംഭവം. അപ്പോൾ ഇതെന്താണ് ഈ സംഭവം എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ചെറിയൊരു പരിപാടി നമുക്ക് ഇതിൻ്റെ ട്രെയിലറാണെങ്കിലും ടീസറൊക്കെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ഇതൊക്കെ ഏത് സിനിമയുടെ അറിയാൻ പറ്റും. പക്ഷേ കൂടുതൽ അറിയണമെങ്കിൽ അതിൽ ആക്ടേഴ്സ് തന്നെ വേണം. സോ ഐ എം വെൽക്കമിങ് ഈ സിനിമയുടെ തന്നെ ടീമായിട്ടുള്ള ശ്രുതി. യെസ്, ശ്രുതി, പേര് ഒരേപോലെ വരുന്നുണ്ട്. ലിജോമോൾ, ഹലോ, വെൽക്കം. ഹലോ, താങ്ക് യു. എന്താണ് ഇനി ഇന്റർവ്യൂസ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് മടുത്തിരിക്കുവാണോ? നമ്മുടെ സിനിമയെ കുറിച്ചല്ലേ, അതിന് കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഈ സംഭവം ആക്ച്വലി എന്താണ്? കൂടുതൽ പറയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നേരത്തെ ബിജേട്ടൻ ഉണ്ടായിരുന്നു, ബിജേട്ടൻ പോയി. ആൻഡ് യെസ്, എന്താണ് പരിപാടി? ഇത് ശരിക്കും നമുക്ക് അറിയാവുന്ന, നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു വിഷയത്തിന്റെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഒരു ചെറിയൊരു ത്രെഡിനെ എടുത്ത് അതിന്റെ ഒരു വലിയ കാര്യം പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അത് ഹൗസിംഗ് കോളനി എന്നല്ല, എല്ലാ സ്ഥലത്തും, അത് ഇപ്പോൾ വില്ലേജ് ആയാലും ഇനി എന്ത് ഫ്ലാറ്റ് ആയാലും എല്ലായിടത്തും സംഭവിക്കുന്ന, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന, അത് എല്ലാ കാലങ്ങളിലും, ഇപ്പൊ ഈ കാലഘട്ടം മാത്രമല്ല പണ്ട് മുതൽ നടന്നു വരുന്ന വന്നൊരു സംഭവം. അതാണ് അതിന്റെ ഒരു കണ്ടന്റ് ത്രെഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഞാൻ പറയാം, എല്ലാവർക്കും മനസ്സിലാവാൻ പെട്ടെന്ന് ഓക്കെ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ശ്രുതി പറയൂ. ഇതിൽ വെരി സിമിലർ. നമ്മുടെ ലൈഫില് നമ്മൾ ഡെയിലി കാണുന്നതും അനുഭവിച്ച ചില കാര്യങ്ങളും മിക്കവാറും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കണ്ട ചില കാര്യങ്ങളാണ്. എല്ലാവരുടെയും കണ്ണും ചെവിയും നമ്മുടെ ലൈഫിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് രസകരമായിട്ടും സീരിയസ്നെസ് ആവശ്യമുള്ള സ്ഥലത്ത് സീരിയസ് ആയിട്ട് പറഞ്ഞു പോണ ഒരു കഥയാണ് നടന്ന സംഭവം. ഓക്കെ, റിലേറ്റബിൾ ആയിട്ട് നമ്മളെ ഒന്ന് രസിപ്പിച്ച് ആ കണ്ടന്റ് കാണിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, റെഡി. ബിജോമോൾ പറയൂ, എന്തുണ്ട് വിശേഷം? വിശേഷം സുഖം. റേഡിയോയിലാണ് ലാസ്റ്റ് ഇന്റർവ്യൂ പരിപാടി ചെയ്തത്. അതെ. അപ്പം ഇതിലെന്താണ്? ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. ധന്യ, സുരാജ് ഏട്ടൻ അജിത്ത് എന്ന് പറയുന്ന ആളുടെ വൈഫ് ക്യാരക്ടറാണ്. ഒരു വീട്ടമ്മ. പക്ഷെ ഇത് മുഴുവൻ നടക്കുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് സെറ്റപ്പിലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു കോളനിയിലാണ്. ഇപ്പം പറയാനാണെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് ഒരു പുതിയ നെയ്ബേഴ്സ് വരികയാണ്. നമ്മളുടെ കോളനിയിലേക്ക് പുതിയൊരു നെയ്ബേഴ്സ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, റെസിഡൻഷ്യൽ ഏരിയയിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പുതിയ കപ്പിൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ ശരിക്കും പേര് കാണുമ്പോൾ നമുക്ക് ഓർക്കും ശരിക്കും നടന്ന സംഭവമാണോ? ചില സിനിമകൾ വരുമ്പോൾ പറയുമല്ലോ ഇത് ആക്ച്വലി നടന്ന സംഭവമാണ്. അങ്ങനെ നടന്ന സംഭവം വല്ലതും ആണോ? ഇത് നടന്ന സംഭവമാണ്, നടക്കുന്ന സംഭവമാണ്, എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന സംഭവമാണ്. ഓക്കെ, ഫൈൻ. ലിജോമോൾ, എനിക്ക് തോന്നുന്നു ലിജോമോളുടെ സിനിമകൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ടൈമിൽ ലിജോമോൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇടുക്കിയിലെ തന്നെ റോളുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലേ ആ ഒരു കൈൻഡ് ഓഫ് ടിപ്പിക്കൽ ആ ഒരു ഇടുക്കി ക്യാരക്ടർ തന്നെ നടവുകയും ആ ഒരു സാധനത്തിൽ എനിക്ക് കുറേ റോൾസ് ആക്ച്വലി വരാറുണ്ട്. അല്ലെങ്കിൽ
സിമിലർ കൈൻഡ് ഓഫ് വേഷങ്ങൾ വരുമ്പോൾ അതിൽ ചിലപ്പോൾ അത് നല്ല ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് കേസ് പറയാം, പക്ഷെ എന്നാലും അതിലൊരു ഫിൽട്ടർ ചെയ്യുന്ന ഒരു പോപ്പ് ഫിൽട്ടർ ചെയ്യുന്നത് ഒരു എസെൻഷ്യൽ പരിപാടിയാണല്ലോ. സോ അങ്ങനെ കുറേ വരുമ്പോൾ ഹൗ ഡു ഫിൽട്ടർ ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാറുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ഇപ്പോഴും വരാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിപ്പം പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, ഒരു ഇടുക്കി എന്നുള്ള ഒരു ക്യാരക്ടർ എന്നേ ഉള്ളൂ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നോ പറയും. അതല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം മഹേഷിന്റെ പ്രതികാരവും കട്ടപ്പനയിലെ ഹൃതിക് റോഷനും എടുത്താൽ രണ്ടും ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും 2 തരം കഥാപാത്രങ്ങളാണ് കഥയിൽ. അപ്പോൾ അങ്ങനത്തെ കഥകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും. അതല്ല, ഇടുക്കി എന്നുള്ളൊരു കഥാപാത്രത്തിന് വേണ്ടി എന്നെ ചൂസ് ചെയ്യുന്നു എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നോ പറയും. അങ്ങനെ കുറെ അധികം വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും വരാറുണ്ട്. അതെ അതെ, പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇല്ല, ഒരു ഇടുക്കി എന്നുള്ളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടെന്നുള്ള രീതിക്കാണെങ്കിൽ ചെയ്യുന്നില്ല. കഥയോ കഥാപാത്രം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കും, അതല്ലെങ്കിൽ ഇല്ല. ശ്രുതിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഐ തിങ്ക് കാണേ കഴിഞ്ഞിട്ട് കുറച്ച് സിമ്പത്തി നേടിയ ഒരു ആക്ടറാണ്. എന്നിട്ട് മധുരം. അപ്പോൾ എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്തായാലും ചെയ്യും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റൊമാൻസ്, അതേ മധുരത്തിലുള്ള മാതിരിയുള്ള റൊമാൻസ് ആവണം എന്നില്ല. പക്ഷെ അത് കൂടാതെ എനി കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബേസിക്കലി ഒരു ലവ് അത് മാത്രമല്ല പക്ഷെ ഈ ലിജോ പറഞ്ഞ മാതിരി ഇടുക്കിന്ന് വരുന്ന ക്യാരക്ടേഴ്സിൽ വേറെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഷില്ലു. അതേമാതിരി റൊമാൻസ് എന്ന് പറഞ്ഞ ജോണറിൽ തന്നെ അതിലെന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. കാരണം ഇവിടെ ലൈക്ക് നടന്ന സംഭവത്തിലാണ് എന്നുണ്ടെങ്കിലും റോഷിയും ഉണ്ണിയും തമ്മിൽ അവര് ഒരു മെച്ചുവേർഡ് ലവ് സ്റ്റോറിയാണ്. ഒരു 10 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഐ മീൻ അവരുടെ ആ റിലേഷൻഷിപ്പിലും ലവ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ റിലേഷൻഷിപ്പ് ഡിവോയ്ഡ് ഓഫ് റൊമാൻസ്. അപ്പോൾ അവരുടെ റൊമാൻസ് എങ്ങനെയാണ് അത് ഡിഫറെന്റ് ആവുമല്ലോ. ഒരു ചിത്രയും സാബുവും ആയിട്ടുള്ള റൊമാൻസ് ആയിരിക്കില്ല ഒരു റോഷിയും ഉണ്ണിയും ആയിട്ടുള്ള. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ മാരിവില്ല് നോക്കുവാണെങ്കിൽ അത് വേറെ തന്നെ. യെസ് അത് ഡിഫറെന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷേ ആ ഒരു കൈൻഡ് ഓഫ് ജോണർ വരുമ്പോൾ യു വിൽ സേ നോ ഫോർ ദാറ്റ്. ഐ മീൻ സെയിം ഇത് വരുമ്പോൾ ചിലപ്പോൾ ഐ മീൻ സേ നോ ടു ഇറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇപ്പം ഒരു 10-15 വർഷം അല്ല 16 വർഷം, അത്ര പ്രായമൊന്നുമില്ല എനിക്ക്. പക്ഷെ അത്ര പ്രായം ഇല്ലെങ്കിലും ആ ഒരു ഏർലി ഏജിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, മാസ്റ്റർ സ്തുതിയായിട്ട് വന്നത് അങ്ങനെ തന്നെയാണ് വന്നത്. ശരിക്കും സംഭവം എങ്ങനെയെങ്കിലും സിനിമയിൽ നിൽക്കാന്നല്ലോ, ഇപ്പൊ ആക്ടിങ്ങിലുപരി ഇപ്പം എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ സിനിമയിലൊക്കെ എന്തൊരു സ്ലാങ്ങിന്റെ ഇതിനൊക്കെ പ്രോംപ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പോയിട്ട്. അല്ല, അഭിനയിക്കുമ്പോൾ ആമേൻ കഴിഞ്ഞ സമയത്ത് മമ്മൂക്കയുടെ ഒപ്പം പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം 19 ദിവസം ഉണ്ടായിരുന്നു നമുക്ക്. എത്ര ദിവസം ഉണ്ടായിരുന്നു? 19 ദിവസം മമ്മൂക്കക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ. മമ്മൂക്കക്ക് പ്രോംപ്റ്റ് ചെയ്യാനില്ല, അവസരം കിട്ടിയപ്പോ ഞാൻ അവിടെ കഴിച്ചു പോയി കിടന്നത്. സ്ലാങ്ങിലൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനും. സ്ലാങ് മമ്മൂക്കൊക്കെ അറിയില്ല, മട്ടാഞ്ചേരിയുള്ള അപ്പൊ അറിയാം. അത് പറയാൻ വേണ്ടി നിന്നുള്ളൂ. അപ്പൊ അതിന്റെ റേറ്ററൊക്കെ വേറെ സ്ഥലത്തുള്ള ആൾക്കാരാ. അപ്പൊ ആ സമയത്ത് ഞാനുള്ളതുകൊണ്ട് പറഞ്ഞു ആദ്യം. പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറയിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല, മമ്മൂക്കൊക്കെ അറിയാം, എന്നാൽ പോലും ഒരാള് നിക്കാന്നുള്ള. ഈ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴേ കുറെ ആക്ടേഴ്സ് അല്ലെ ആക്ടേഴ്സ് ആകാൻ വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ ജൂനിയർ ആർട്ടിസ്റ്റ്, അതല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും അഭിനയിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നോക്കുമ്പോൾ ഒരു മെമ്മറി പറയാൻ, കാരണം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പാണെങ്കിൽ പോലും. അങ്ങനെയല്ല, ഇത് സിമ്പിൾ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഇതോടെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ മറ്റുള്ള ജോലി ഭയങ്കര വെയിലത്ത് ഞാനിവിടെ അഭിനയിക്കാൻ നോക്കണമെന്ന് പറയും ആൾക്കാര്. ഭയങ്കര വെയില, മറ്റേ ജോലി എന്താ ബൈക്ക് ഓടിച്ച് മതിയേ വെയിലും പ്രശ്നം. അങ്ങനെ വരുന്ന പല ആൾക്കാരുണ്ടല്ലോ ഇതിന്റെ. അങ്ങനെ വരും. ഞാനത് നമ്മള് സിനിമയില് അവസരം ചോദിച്ചൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ അറിയാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് തിരക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കുക, അങ്ങനെ ഉണ്ട്. പിന്നെ തിരക്ക് അവിടെ കിട്ടില്ലെന്നറിയാം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഈ വരുന്ന ആൾക്കാര് കുറെ പുതിയ ആൾക്കാരൊക്കെ വരും. അപ്പൊ അവര് കാണിക്കുന്നത് ആദ്യം വരുന്നത്, പിന്നീട് അവരുടെ സ്വഭാവം മാറുന്നതും, പിന്നീട് നിരാശരായി പോകുന്ന ആൾക്കാരെ കുറെ പേരെ കണ്ടു. എനിക്ക് ഈ ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിനും പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരുപാട് ഡയലോഗ് ഒക്കെ ഉണ്ടെന്നോർത്ത് വന്ന് അവസാനം ഒരു ഒറ്റ ഡയലോഗിലും പറയാൻ പറ്റാതെ പോയത് ഞാനത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ടെൻഷനായിട്ടാണ് എനിക്ക് ചേട്ടൻ ശരിയാക്കണേന്ന്. കാര്യം ആദ്യം ഇതുപോലെ വന്ന് ഭയങ്കര കാര്യങ്ങളോട് വന്നിട്ട് അവിടെ വന്നിട്ട് ആധികാരിട്ടൊക്കെ വന്ന് എന്താ ഇതാണ് ഡയലോഗ്, ഇത്രയുള്ളല്ലോ,
വല്ലതും ഒന്നും എന്തെങ്കിലും കൂടുതൽ ഇതാന്നൊക്കെ ചോദിക്കും. ഈ ഡയലോഗ് തെറ്റിക്കും. അപ്പൊ ഇത് ആദ്യം 2-3 പ്രാവശ്യം കഴിയുമ്പോ അവിടെ നിൽക്കുന്നത് നമുക്ക് ടെൻഷനായി തുടങ്ങും. ദൈവമേ ചേട്ടൻ ശരിയാക്കടേ. അത് എന്താ ഇത് അവരുടെ കുഴപ്പമല്ല. ഇത് സിനിമ ആക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ പെട്ടെന്ന് വരുമ്പോ നമ്മൾ പെട്ടെന്ന് ആദ്യമൊക്കെ നമ്മൾ ഇപ്പോൾ ഡയലോഗ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇതെങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ഉണ്ടാവും. എല്ലാവർക്കും ഫസ്റ്റ് അഭിനയിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഉണ്ടാവില്ല. അത് നമ്മൾ പിന്നെ അത് എക്സ്പീരിയൻസിന്റെ കൊടുത്ത കാര്യമൊക്കെ നടക്കുക. ഇവരെല്ലാവരും ബേസിക്കലി നല്ല നടന്മാരൊക്കെ തന്നെ എല്ലാവരും. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചാൽ ഇപ്പൊ പഴയ പോലെ പണ്ട് ഡയറക്ടർമാർ വഴക്കൊക്കെ പറിക്കാൻ, പക്ഷെ എന്താണ് ഇയാൾ കാണിക്കുക അപ്പൊ തന്നെ കയ്യിൽ നിന്ന് പോകും. ഒച്ചയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒച്ചയൊക്കെ എടുത്തല്ലേ ഇപ്പൊ ക്യാമറമാനൊക്കെ എന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാരും ഭയങ്കര കംഫർട്ടായിട്ട് അഭിനയിപ്പിക്കുന്ന, ഏറ്റവും നല്ല ഔട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവര് തെറ്റിച്ചാലും പിന്നെ ആ കുഴപ്പമില്ല ചേട്ടാ അടിപൊളിയാ പക്ഷെ ഒന്നും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിക്കുന്നുണ്ട് ഓരോരുത്തർ. അപ്പൊ നന്നായിട്ട് അവർ അഭിനയിക്കും. പണ്ടങ്ങനെയല്ല, പണ്ട് വരുമ്പോ തന്നെ ഇന്നത്തെ ഇര വന്നിട്ട് പറയും ക്രൂ എല്ലാവരേ, അതെ ഇന്നത്തെ ഇരയാണ്ട് വൻ. പിന്നെ ഫസ്റ്റ് തന്നെ പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, ഹലോ ഡയലോഗ് പറയുവോ, അപ്പൊ തന്നെ ഉള്ള കാര്യം പോവും. അങ്ങനെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ലുക്ക് ഇവിടെ നോക്കി ഇവിടെ പറ, എന്നിട്ട് ഈ തല വെച്ചിട്ട് ഇവരിങ്ങനെ കോസ്റ്റ് കാണിക്കും. അപ്പൊ നമ്മൾ സാർ എന്താ അതൊന്നുമില്ല, ഞാൻ വേറെ വേറെ അല്ലിച്ച ഇവിടെ ലുക്ക് ഇതാ. അല്ല അത് അന്ന് ഞാൻ അപ്പൊ നമുക്ക് പേടിയവരൊക്കെ അയ്യോ പുള്ളിയാണ് അസുഖം കുളവായി ആ ഡയലോഗ് തെറ്റിക്കേണ്ടി വരും. ആ ഭയം ഉള്ളിൽ വെച്ചിട്ട് അല്ല ഭയമാണ്. ഭയം ചെല്ലുന്നറിയോ, നമുക്ക് ഇത് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്നല്ലോ. തെറ്റി നമ്മൊരു ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയി തകർന്നു. നമ്മള് തകർന്നു വന്നല്ലോ, നമ്മള് ഇതാണല്ലോ സ്വപ്നം. നമുക്ക് എങ്ങനെ ശരിയാക്കണം, അല്ലെങ്കിൽ ഇത് വേണ്ട എനിക്ക് വേറെ ജോലിയുണ്ട് ഞാൻ സൈഡായിട്ട് വന്ന് അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിനു വേണ്ടി തന്നെ നടന്നിട്ട് നമുക്കൊരു അവസരം കിട്ടിയിട്ട് നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അയ്യോ എനിക്കെന്ത് പനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടം റിലീസായിട്ട് അയ്യോ ഞാനൊന്നും കഴിച്ചിട്ടേ ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ശരിക്കും അമ്മ ഏറ്റവും നന്നായിട്ട് പറയണം. ചിലപ്പോൾ സാഹചര്യമൊക്കെ ഭയങ്കരമായിരിക്കും. ചിലപ്പോൾ ചില സമയത്തൊക്കെ ഈ ലൈറ്റ് പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഡയലോഗ് ഇടണം. ലൈറ്റ് പോയി ഷിഫ്റ്റ് ആയിരിക്കും. കാര്യം ഇന്നുകൂടെ ഈ ഇവിടുത്തെ കോളേജ് മൊത്തം തീരുവാണ്, ഇനി നമുക്ക് ഷിഫ്റ്റ് വാഗമണ്ണാണ്. ആ വാഗം ആ സമയത്തേക്ക് ഡയലോഗ് പറ സമയം കാണത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഞാനൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതായിരിക്കാം ഞാൻ സീനിയേഴ്സ് എന്ന പടത്തിലൊക്കെ. സീനിയേഴ്സിൽ അല്ല അതല്ല, ഒരാള് കുറെ പ്രാവശ്യം തെറ്റിച്ച് കഴിഞ്ഞപ്പോ അവിടെ ഡയലോഗ് പറ. അപ്പൊ ഞാനിങ്ങനെ 10-40 ദിവസമായിട്ട് അഭിനയിക്കുന്നുണ്ട് കുറെ ദിവസം. അപ്പൊ അഭിനയിച്ച് ഡയലോഗ് ഇല്ല. എന്ത് പറയുന്ന ആൾക്കാർക്ക് അഭിനയിക്കാനും പോയി ഡയലോഗ് അങ്ങനെ വന്നപ്പോ ഒരാള് കുറെ പ്രാവശ്യം തെറ്റിച്ച്. അപ്പൊ അതിന്റെ പെട്ടെന്ന് എന്നെ കണ്ട് എന്നെ അറിയാം ഇവർക്കൊക്കെ. ഞാൻ ഈ വർഷങ്ങളായിട്ട് നടക്കുന്നത് എന്നെ അറിയാം. അപ്പൊ നമ്മള് കടൻ കളർ ഷർട്ടൊക്കെ ഇട്ട് നടക്കൂളൂ, ചുവപ്പ് ഷർട്ട് നീ വന്ന് ചെയ്യാ. അപ്പൊ തന്നെ പോയിട്ട് പറഞ്ഞത് ഓക്കെ. അപ്പൊ ആ സമയത്തില്ല ഞാൻ പറഞ്ഞു, ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര സന്തോഷമാണ്. ഈ അതർ ലാംഗ്വേജിൽ മൂവി വരുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴാണെങ്കിൽ നമുക്ക് ചിലപ്പം ആ ലാംഗ്വേജ് ആയിട്ട് അത്ര ചിലപ്പം വായിക്കാൻ അറിയണമെന്നില്ല, ചിലപ്പോൾ പറയാൻ ചിലപ്പോൾ അറിയായിരിക്കാം. അപ്പം ഈ സ്പോട്ടിൽ ഡയലോഗ് വരുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ചില സിനിമകൾ. ചിലപ്പോൾ മേ ബി 1 or 2 days ബാക്ക് തരാം, അല്ലെങ്കിൽ തലേദിവസം തരാം. അപ്പൊ അങ്ങനെ സ്പോട്ടിൽ ഡയലോഗ് തരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു പേടി ഉണ്ടായിരിക്കും. സോ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എനിക്ക് സ്പോട്ടിൽ ഡയലോഗ് തമിഴ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ ഡയലോഗ് തരുന്നത് ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് മലയാളമാണ്, നമുക്ക് സ്പോട്ടിൽ ഒരു ഡയലോഗ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്കത് എൻ്റെതായ രീതിക്ക് പറയാൻ പറ്റും. മറ്റേത് എനിക്ക് അങ്ങനെയല്ല, ഞാനത് കാണാതെ പഠിച്ചിട്ട് അത് പറയാനേ പറ്റുള്ളൂ. അല്ലാണ്ട് അതിന് ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൺ ദ സ്പോട്ട് എനിക്കത് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള വൊക്കാബുലറി എനിക്കില്ല. അതെനിക്ക് എപ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പൊതുവെ പറയാറുണ്ട്, എനിക്ക് നാളെ എടുക്കാൻ പോകുന്ന സീൻ എനിക്ക് ഇന്ന് തന്നെ തരികയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിരിക്കും. കാരണം ഡയലോഗ് ഞാൻ നോക്കി അതിൽ കോൺഫിഡന്റ് ആണെങ്കിൽ ആ സീൻ എനിക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാം. മറ്റേത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് എനിക്ക്. പക്ഷെ സംഭവം ചെയ്യണം, വേറെ വഴിയില്ല, ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അതെനിക്ക് കുറച്ച് എന്നെ സ്ട്രെസ്ഡ് ആക്കുന്ന ഒരു ഫാക്ടറാണ്. എനിക്ക് സ്പോട്ടിൽ വേറെ തമിഴ് ചെയ്യുന്ന സമയത്ത് സ്പോട്ടിൽ ഡയലോഗ് തന്നല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ചില സിനിമകൾ ചെയ്യുന്ന സമയത്ത് സ്ലാങ് വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നോർമൽ തമിഴ് ആണെങ്കിലും കുഴപ്പമില്ല. ചിലത് ശ്രീലങ്കൻ തമിഴ് വരുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഷ്ടപ്പെട്ടായിരിക്കും അത് കാണാതെ പഠിക്കുന്നത് തന്നെ. കാരണം അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ വേറെയാണ്, നോർമൽ തമിഴ് പോലെയല്ല. അതൊക്കെ ഞാൻ സ്പോട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പം മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാളം മാറ്റി തന്നെ പണി കിട്ടും. അതെ, മലയാളം എനിക്ക് പണിയിട്ടുണ്ട്. ഞാൻ ഈ ജോസഫിന്റെ കാര്യം പറഞ്ഞില്ല, ജോസഫ് സിനിമ. അപ്പൊ
ഈ ടെക്നിക്കൽ കാര്യമുണ്ടോ ആദ്യം ടെമ്പ് ചെയ്ത് ഇതിലേക്ക് അവർ മറ്റു സാധനം ഇത് വർഷം മാസമൊക്കെ വന്നിട്ട് പഠിച്ചിട്ട് ടേക്ക് എടുക്കുന്നതിന് റൈറ്റർ ഷായി എന്നിട്ട് പപ്പയുടെ ഇത് വേണ്ട ഇത്രയും പറയണ്ട ഇത് മോളിൽ പറഞ്ഞിട്ട് ഇത് സാധനം പറഞ്ഞിട്ട് വേറെ സാധനം എഴുതി ഇങ്ങോട്ട് വന്നു കൺഫ്യൂഷൻ അല്ല പറയും ആ സമയത്ത് ഇത് ഒപ്പിച്ചു ചോദിക്കില്ല അത് പിന്നെ തമിഴിന്റെ കാര്യം ചിന്തിക്കണം ബുദ്ധിമുട്ടാത്. ശ്രുതിക്കാണെങ്കിലോ അയ്യോ ചിന്തിക്കണം നമുക്ക് എപ്പോഴും രണ്ട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഈയിടെ ഒരു ലോയറിന്റെ ഒരു വേഷം ചെയ്തു. അതാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് പരിപാടിയല്ല, ഒരു ഇതാണ്. സുധീൻ ഇത്രയും പോകുന്ന ഒരു ഡയലോഗ് ഞാൻ എങ്ങനെയോ ആ വാക്കുകളൊക്കെ പഠിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ പഠിപ്പിയാണ്, ഇങ്ങനെ ഇങ്ങനെ എല്ലാം സെറ്റാണ്, ഒരു വാക്ക് പോലും മാറ്റാൻ. തലേദിവസം കിട്ടി, തലേദിവസം എല്ലാം സെറ്റാണ്. തലേദിവസം whatever സെറ്റിൽ എത്തിയപ്പോ കിട്ടി. എന്നിട്ട് അപ്പൊ എല്ലാം റെഡിയായി, ഞാൻ സെറ്റാണ്, ജസ്റ്റ് ലൈക്ക് ഈ മറ്റേ കുറിയൊക്കെ തൊട്ടിട്ട് പോയില്ല എക്സാമിന് അങ്ങനെ. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഡയറക്ടർ എല്ലാം മാറ്റി. എനിക്കിത് പറ്റില്ല. ഐ എം ഓൾസോ വെരി സീനിയർ ആക്ടർ. എല്ലാരും അവിടെ ഉണ്ട്. കോട്ട് സീക്വൻസ് ആണ്, എന്റെ ക്ലൈമാക്സ് സീക്വൻസ് ആണ്. ഇത് കഴിഞ്ഞ വിധി ആൻഡ് വലിയ ടേംസ് ആണല്ലോ ഈ കോട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ. ഒന്നും മാറ്റാൻ പറ്റില്ല. വലിയ വാക്കുകൾ എന്റെ ലൈഫിൽ ഞാൻ കേൾക്കാത്തരം വാക്കുകൾ പെട്ടു. എങ്ങനെ ചെയ്തു എനിക്കറിയില്ല. അല്ല അല്ല ഡബിങ്ങിന് ഞാൻ പെടുന്നുണ്ട്. അത് പിന്നെ ഒരു ആശ്വാസം എന്ന് പറയാം. അല്ല ശരിയാ, അതും പ്രോബ്ലം ആണ്. ബഡി നമുക്കെന്താ കാര്യം ഡബിങ് എന്ന് പറഞ്ഞ സംഭവം നമ്മള് ആൾക്കാർ വെറുതെ പറഞ്ഞത് ഏറ്റവും നന്നായിട്ട് നമ്മൾ അവിടെ ഡെലിവറി പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മോഡുലേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ഡബിങ്ങിന് അറിയാലോ, നിങ്ങൾ ഡബ് ചെയ്യാറുണ്ടല്ലോ. യു നോ അല്ലേ. അപ്പൊ അത് അങ്ങനെ. പിന്നെ തെലുങ്കില് ഒരു സിനിമ ഞാൻ ചെയ്ത സിനിമയില് അവര് ഞാൻ വോയിസ് നോട്ട് അയക്കാൻ പറയും വിത്ത് ദ മോഡുലേഷൻ. കാരണം നമുക്ക് ആ തെലുങ്കിലെ ന്യൂആൻസസ് അറിയില്ലല്ലോ. അപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടാൽ കുഴപ്പമില്ല, തെലുങ്കിൽ ചിലപ്പോൾ അത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും. അപ്പൊ ADsന് പണി കൂടും, അവര് വോയിസ് നോട്ട് അയക്കും, അത് ഞാൻ ഇരുന്ന് പഠിക്കും. പിന്നെ ഓൺ ദ സെറ്റ് ഒരിക്കലെത്തിയോ മാറ്റിയിട്ടുള്ളൂ ഡയലോഗ്. അപ്പൊ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ലിജോന്റെ അത്രയും ഇംപ്രൂവൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ടാസ്ക് ആണ് അല്ലേ. ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമല്ലോ, ഡയലോഗ് ചെയ്യാൻ പറ്റും. ഡയലോഗ് നമുക്ക് അതിന്റെ ചെറിയ ചെറിയ വാക്കുകളൊന്നും ഇടയ്ക്ക് ആഡ് ചെയ്യാനോ പറ്റില്ല. ചിലപ്പോ ആക്ടിവിറ്റിയും ആ ഒരു ഫ്ലോയില് വരില്ല. കാരണം നമ്മള് എന്താണ് അടുത്ത സെന്റൻസ് എന്താണ് അല്ലെങ്കിൽ അടുത്ത വേർഡ് എന്താന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. തമിഴിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ചില ഇമോഷൻസ് ആണെങ്കിൽ അതർ ലാംഗ്വേജിലും ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ചിരിക്കുന്ന പോലെയല്ല അവിടെ ചിരിക്കുന്നത്, ഇവിടെ കരയുന്ന പോലെയല്ല അവിടെ കരയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജെയ്ബീമിലെ നോക്കുവാണെങ്കിൽ അതൊരു എൻറ്റയർലി വേറെ പരിപാടി എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ കൺസീവ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയായിരുന്നു ലൈക്ക് അതിലൊരു ഡിഫറെന്റ് അത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെതായ രീതിക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എങ്ങനെയായിരുന്നു വെച്ചാൽ എനിക്ക് പറയാനുള്ള ഡയലോഗ്സ് അത് പക്ഷെ ഒരു അനുഗ്രഹം എന്താന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എല്ലാം നേരത്തെ തന്നെ ലോക്ക്ഡ് ആണ്. അപ്പം എനിക്ക് നേരത്തെ തന്നെ സീൻസ് കിട്ടി. ഈവൻ ട്രെയിനിങ് സമയത്ത് തന്നെ എനിക്ക് സീൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് തന്നെയാണ് അവരതെങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളെ കൊണ്ട് സീൻസ് ഡയലോഗ്സ് പറയിക്കുന്നത്. അപ്പോൾ ഈവൻ ട്രെയിനിങ് ടൈമിൽ തന്നെ ഞാൻ ആ സിനിമയിലെ എൻ്റെ ഫുൾ ഡയലോഗ്സ് എനിക്ക് ബൈ ഹാർട്ടായിരുന്നു. അതുകൊണ്ട് അത് കുഴപ്പമുണ്ടായില്ല. പിന്നെ അവര് കരയുന്ന രീതി എന്താണെന്നുള്ളത് അവിടെ കാണിച്ചു തരും. അപ്പൊ അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതായിരുന്നു അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് മൈൻഡിൽ അറിയാം അതൊരു സ്റ്റെപ്പ് ആണ്. പിന്നെ പറയും പൊതുവെ. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴിലും ഞാൻ സട്ടിലായിട്ട് തന്നെയാണ് ചെയ്യുക. അത് അവര് പറയാറുണ്ട്. തമിഴ് എന്തായാലും മാം അങ്ങനെ സട്ടിലായിട്ട് ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ കുഴപ്പമില്ല, അത് മതി ഞങ്ങൾക്കെന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ പറയുന്ന പോലെ ചില കരച്ചിലുകളൊക്കെ നമ്മൾ കരയുന്ന പോലെ ആവില്ല. പിന്നെ അവര് കരയാൻ എപ്പോ പറഞ്ഞാലും മറ്റേ തലയിൽ ഇങ്ങനെ അടിച്ചിട്ടുള്ള കരച്ചിലുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അവര് പറയാറുണ്ടെങ്കിലും എനിക്ക് അതൊരു ചില സമയത്ത് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കത് വേണമെന്ന് തോന്നാറില്ല. അവർക്ക് അത്ര അത്യാവശ്യമാണെന്ന് അവർ തോന്നി ഡിമാൻഡ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഞാൻ എൻ്റെതായ രീതിക്ക് അതിനെ അവർ കാണിച്ചു തരുന്നതിനെ ഞാൻ എൻ്റെതായ രീതിക്ക് ചെയ്യും. ഈ ഓഡീഷൻ ഇപ്പോൾ പണ്ട് സിനിമയിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഓഡീഷൻസിലൊക്കെ എത്രയോ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം ചിലത് ഇപ്പോഴും പണ്ടും കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആണെന്ന്. പണ്ട് കുറേ ഓഡീഷൻസ് ഇഷ്ടം പോലെ വെക്കുന്നു, ചെല്ലുന്നു. ചിലപ്പോൾ ഓഡീഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് അത് മറ്റേ
ഫേക്ക് ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ അതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ കുറെ ഓഡീഷൻസാ? പിന്നെ എറണാകുളത്ത് പിന്നെ 5 ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ദിവസം. ഇവിടെ കംപ്ലീറ്റ് ഓഡീഷന്റെ ആൾക്കാരല്ലേ അവർ. പിന്നെ നമുക്കിത് പറഞ്ഞില്ലേ, ഇതൊരു എക്സ്പീരിയൻസ്. നമുക്ക് ചെല്ലുമ്പോൾ അറിയുന്ന നടപടിയാണ് കേസാണോ തോന്നും, ചെല്ലുമ്പോൾ തന്നെ അറിയാം ഏകദേശം. കാശ് മേടിച്ചിട്ട് ഓഡീഷൻ ചെയ്യുന്ന പരിപാടിക്ക് പോയിട്ടുണ്ട്. പിന്നെ പരീക്ഷ ചെയ്തൂലേ, നിങ്ങൾ നല്ല നടനാണോ അങ്ങനെ ചോദ്യം പൂരിപ്പിക്കണം, അങ്ങനത്തെ ഓഡീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല പല ഓഡീഷൻ പോയിട്ടുണ്ട്. രസമാണ്. അങ്ങനത്തെ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. 100 രൂപ ഫീസ് ഫസ്റ്റ് നമ്മുടെ ഡെപ്പോസിറ്റ്. ചേട്ടാ കാശില്ല, കാശ് സഹിട്ട് നീ കയറി പോകുന്നു പറയും. നമുക്കറിയാം കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. അതൊക്കെ ഒരു കളക്ഷൻ അങ്ങനെ കുറെ, അതൊക്കെ ഫേക്ക് ആണ്. പിന്നെ നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യിച്ചാൽ നമുക്ക് ചിരി വരും. നമുക്കറിയാം ചെല്ലുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇനി കിട്ടാതിരിക്കരുതല്ലോ എന്ന് വെച്ചാൽ ചെല്ലുക. നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടി. അതെ, നമ്മൾ ചെല്ലുക. നമ്മുടെ തൊഴിലായി അത് ലാസ്റ്റ് കൂടി. അപ്പൊ ഞങ്ങള് കുറെ പേരുണ്ട് ആ സമയത്തൊക്കെ. ആ ടൈമില് കൂടെ ഉണ്ടായിരുന്ന 1-2 പേര്, ജോജുണ്ട്, ഷറഫ്, സിജു, വിൽസൺ, കുറെ പേരുണ്ട്. പിന്നെ അവരൊക്കെ അന്നുള്ള പരിചയമല്ലേ ഞങ്ങൾക്കൊക്കെ. പിന്നെ ദിനേശ് പ്രഭ, കുറെ പേരുണ്ട്. കാശ് കൊടുത്ത് പോകുന്നവരുണ്ട്. പിന്നെ കാശ് കൊടുക്കുന്നുണ്ടല്ല, ചില ആൾക്കാര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി മറ്റേ ഫസ്റ്റ് ഇത് അറ്റൻഡ് ചെയ്യാൻ ഫീസൊക്കെ വെച്ചു 100 രൂപ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരല്ലേ വരുന്നത്. ശരിക്കും 100 രൂപ നമ്മുടെ കയ്യിൽ മര്യാദക്ക് എടുക്കാനില്ല, അത് അത്യാവശ്യമാണ്. അപ്പൊ അവർക്ക് നല്ല എമൗണ്ട് കിട്ടും. ടൈമല്ല, അന്ന് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. അങ്ങനെ ഇപ്പൊ അതിന് മുമ്പത്തുള്ള കാലഘട്ടം വെച്ചാൽ ഇന്ന റോള് ഇന്ന ആള്, ഇപ്പൊ ഇന്ന മെയിൻ റോള് ചെയ്യുന്ന ആളുടെ കൂട്ടുകാർ ഇന്ന ആള്, ഇന്ന ഹോട്ടലിൽ ക്യാഷിലിരിക്കുന്നവരെ അത്യാവശ്യം നമ്മൾ അറിയുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് മാറി ഈ ഒരു 2007-8 അങ്ങനെ ഓഡീഷൻസ് ഒക്കെ വരുന്നു. നാടകവും അങ്ങനത്തെ ഓഡീഷൻസ് ഒക്കെ വന്ന് ഇപ്പൊ കുറേയും കൂടെ ആയില്ലേ. പിന്നെ പക്ഷെ വേറെ കാര്യവും ഉണ്ട് ഇതിനകത്ത്. നിലനിൽക്കുക എന്നുള്ള സംഭവമുണ്ട്. ക്യാരക്ടർ നന്നായിട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടും. പക്ഷെ അത് നമ്മൾ നിലനിർത്തി പോകുക എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വേണം. അത് നമ്മുടെ ആവശ്യമാണല്ലോ. ശ്രുതി ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇന്റർവ്യൂസിൽ വെച്ച് കാണുന്നു. അത് ആക്ച്വലി ഒരു ഹാപ്പി കാര്യമാണ് അല്ലേ, നല്ല കാര്യം. കാരണം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നല്ല മൂവികൾ വരുന്നു. സോ ഹൗ ഹാപ്പി ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ ആണെങ്കിൽ പോലും ദ റിലീസസും അല്ലെങ്കിൽ നല്ല മൂവീസ് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് മൂവീസ് വരുന്നുണ്ട്. സോ ഹൗ ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഹാപ്പി. കാരണം കഴിഞ്ഞ 2-3 കൊല്ലം അത്യാവശ്യം നല്ല വർക്കും, ഐ തിങ്ക് ഏറ്റവും അധികം വർക്ക് ചെയ്ത 2 കൊല്ലമായിരിക്കാം. ഇപ്പൊ അടുപ്പിച്ച് റിലീസ് വരുന്നത് അത് സിനിമയുടെ ഒരു ഇത്. നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എപ്പോഴാണ് റിലീസ് ആവാൻ നമുക്ക് അറിയില്ലല്ലോ. അതെല്ലാം ഇപ്പൊ റിലീസ് ആവണു എന്നേ ഉള്ളൂ. അല്ലാതെ ഐ എം വെരി ഹാപ്പി. ഒരു നല്ല മൂവീസ് ആർ ദേർ, ഐ എം വർക്കിംഗ് ഓൺ പ്രോജക്ട്സ്. നല്ല ഫേസ് തന്നെയാണ്. റിലീസ് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞു. ഇല്ല, 19-ാം തീയതി. പിന്നെ അല്ല റിലീസ് വരുന്നത് റിലീസ് 2 മാസത്തോടെ കഴിഞ്ഞു. മേ ബി, അതറിയില്ല. വെബ് സീരീസിന് പ്രൊമോഷൻ ഉണ്ടോ? ഇനി ഉണ്ടോ? ഇതിനുണ്ടോ പ്രൊമോഷൻ വെബ് സീരീസിനൊക്കെ? അതെ. അപ്പൊ സുധീരെ കുറെ ആണ് വിശ്രമമില്ലാത്ത 2-3 നമ്മളൊരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനു അശോകന്റെ വെബ് സീരീസ് ഫോർ സോണി. ഈ അതുപോലെ പൊറിഞ്ചുമറയും എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും സ്പെഷ്യലി ജോഷി സാർ, അപ്പോൾ നമ്മൾ മൂവികൾ ചെയ്യുമ്പോഴും ചില മൂവികൾ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലും, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡയറക്ടറുടെ ആ ഒരു നമുക്കൊരു ആ ബഹുമാനവും കാര്യങ്ങളും ഉണ്ടാവും. അതിനകത്ത് ഡയലോഗ്സും ഡിഫറെൻ്റ് ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ പൊറിഞ്ചുമറയത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഹാപ്പിനെസ്സും എക്സ്ട്രാ ഇല്ലായിരുന്നു, ഒരു ബഹുമാനം എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ. ഞാൻ ജോഷി സാറിന്റെ പണ്ടോട്ട് വീട്ടിൽ പോകുന്ന ഞാൻ റോബിൻഹുഡ് എന്നോട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റെൻ ബേബി റണ്ണിൽ അഭിനയിക്കാൻ തന്നെ റെൻ ബേബി റണ്ണിൽ ഒക്കെ ഓരോ സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. റോബിൻഹുഡിൽ ഏതായിരുന്നു? അതിനകത്ത് ബൈക്ക് ഓടിച്ചു പോണ സംഭവം. ബൈക്ക് ഓടിച്ചിട്ട് സ്കിഡായിട്ട് കറങ്ങി നിൽക്കണം. സ്കിഡായിട്ട് എന്റെ അവരുടെ വിചാരം, അവരിപ്പോഴും വിചാരിച്ചേക്കുന്ന ഞാൻ ഭയങ്കര ബൈക്ക് സ്റ്റണ്ടിങ് പരിപാടിയാണ്. എന്റെ ടയർ മൊട്ടയായിരുന്നുള്ള അതിന് തൊട്ട് എനിക്ക് മാത്രം ടയർ മാറാൻ കാശില്ലാത്ത ആളായിരുന്നു. മനസ്സിലായോ? അല്ല, ഞാൻ അപ്പൊ അഭിനയിച്ചിട്ടുണ്ട്. ആ ജോഷി സാറാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യിക്കുന്നത് ആ പടത്തിൽ. പിന്നെ റെൻ ബേബി റണ്ണിൽ സച്ചേട്ടൻ പറഞ്ഞിട്ട് ബീച്ചറിന്റെ ഓഫീസിലെ സ്റ്റാഫായിട്ട് ചെറിയ 2 ഡയറി അങ്ങനെ ഉണ്ട്. പൊറിഞ്ചുമറയൊക്കെ പിന്നെ അതിനകത്ത് ക്യാരക്ടർ പിന്നീടല്ലേ കുറെ പടം കഴിഞ്ഞിട്ട്. സാറിന് തന്നെ അറിയാം ശരി.
ആണ് ഞാൻ സാറിന്റെ വീട്ടിൽ സ്ഥിരം പോകും. സാറിന്റെ തോട്ടം പാരം വരെ എന്നെ അറിയാലോ. ആണല്ലേ പിന്നെ പുള്ളി പറയും വക്കച്ചൻ ചേട്ടൻ ചേട്ടനുണ്ട്. ആ. അപ്പൊ പുള്ളി സാർ ഉറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് എന്നെ ഫോൺ ചെയ്യും. വേഗം വന്നു സാർ എഴുന്നേറ്റ് വേഗം വാ വഴക്കൊരു വന്നില്ലേ പോട്ട് സാർ വേഗം വാ. അപ്പൊ തന്നെ ബൈക്ക് കൊടുത്ത് ഓടിയും കൂടി ചെല്ലും. ഞാൻ ചിലപ്പോ വല്ല കലൂരൊക്കെ എത്തിക്കുമ്പോഴേക്ക് പുള്ളി വിളിക്കണേ. അപ്പൊ അങ്ങനെ സാറിന്റെ വീട്ടിൽ പോകുമ്പോൾ സാറിന് അറിയാൻ. അങ്ങനെ വന്ന് പ്രചോദനത്തിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു നമുക്ക് അത് അല്ല അതല്ല അതിനകത്തുള്ള വിഷയം വെച്ചാല് നമുക്കൊരു ചാൻസ് കിട്ടുക. ഒറിജിൻ പറയും ആ സിനിമ എല്ലാരും കാണുമെന്നറിയാം. പടം ഹിറ്റാവും ഇല്ലെന്നുള്ള പിന്നത്തെ കാര്യം. ആ പടത്തിന്റെ കഥ കേട്ടാൽ തന്നെ അറിയാം നല്ല രസമുള്ള കഥയായിരുന്നു. അതിനകത്ത് നമുക്കൊരു അവസരം കിട്ടി നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കണമല്ലോ. അതാണ് ചലഞ്ചിങ് റോള് കിട്ടിക്കഴിഞ്ഞാൽ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതാണ് എങ്ങനെ അഭിനയിക്കുന്നുള്ള, അല്ലാതെ അത് നമ്മൾ ജൂഡി സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്ന മാത്രം ഒരാളെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഇതാണ്. അതിന് ഈ നേരത്തെ അല്ലേ ഒരു പ്രോസസ്സിങ് ഉള്ളിൽ നടക്കില്ല നമ്മുടെ, മനസ്സിലായി, ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഈ സിനിമ ആക്ച്വലി ആൾക്കാർക്ക് ഫൈനലി ഞാൻ ഒന്ന് റെക്കോർഡിൽ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർ കാണുമ്പോൾ അവരുടെ ലൈഫുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡുള്ള ഒരു മൂവി ആയിരിക്കും അല്ലേ? സോ ജൂൺ 21 റിലീസ് ആകാൻ പോവുകയാണ്. എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കാണുക, വിത്ത് മൗത്ത് പബ്ലിസിറ്റി ആൻഡ് സോഷ്യൽ മീഡിയ വാട്ട് എവർ ഡു ദ മാക്സിമം ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.